പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. അധ്യാത്മരാമായണ പാരായണത്തിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന രാമനോട് വാൽമീകി തൻ്റെ പൂർവ്വവൃത്താന്തങ്ങളൊക്കെ പറയുകയും അങ്ങയെ കാണാനും കഴിഞ്ഞതൊരു വലിയ സുഹൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദം ബലവത്താക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് വാൽമീകി ആശ്രമ പ്രവേശം. വാൽമീകിയാണ് രാമനോട് പറയുന്നത്. വാൽമീകിയോട് രാമൻ ആദ്യം ചോദിക്കുന്നുണ്ട്, എനിക്കൊരു വീട് അന്വേഷിക്കണമെന്ന്. വാൽമീകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതൊക്കെയാണ് ശ്രീരാമൻ്റെ വീടുകൾ എന്ന്. നമുക്ക് അത് വായനയിലൂടെ തന്നെ ആദ്യം കേൾക്കാം. ഉദ്ധാനവും ചെയ്തുഷസ്സി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമഫലദ്വയ സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം ഇന്ദീവരേക്ഷണമിന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ട വാൽമീകിയും തദാ സന്തോഷബാഷ്പാകുലക്ഷണ സന്തോഷബാഷ്പാകുലക്ഷണ രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടധമുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. യാതൊരിടത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിൽ ഒട്ടുകാലം.
ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനേ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തീ വണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്കലേ ദത്തമായൊരു മനസ്സുടം സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ല, ഒട്ടുമിഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രഭവ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിദ്ഘനം വേദസ്വരൂപമനന്തമേകം സതാം. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നദാന്തരൂപം പരം ബ്രഹ്മമച്യുതം. സർവഗുണാശയസ്ഥം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാ. ആത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം. നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ. സന്തതാഭ്യാസദൃഢീകൃതചേതസാ സന്തതം ത്വൽപാദസേവാരതാത്മനാം. സന്തതം ത്വന്നാമമന്ത്രജപ ശുചിസന്തോഷചേതസാ.
ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിധേ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാരതൽപരനായി ഒരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു കൂടെ ചേർന്ന്. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്ന് ഏകദാ സപ്തമുനികൾ വരുന്നതു കണ്ട് ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജന ഘോര മഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുദ്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാർ അതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്ന് നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടും അത്രേവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടു പോയി ചെന്ന് മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു, സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സെ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതു
എന്നന്തക്കരണവും തെക്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠ തേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യ ഫലം വരും സജ്ജനസംഗമാദ്വിദ്യുജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യവാലോകനം ചെയ്തു മനസ്സേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേ ദുഷ്ടോപിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട് അനാരതം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളം. പുറ്റുകൊണ്ട് എന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരു വന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വൽമീകമധ്യത്തോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മനായ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്ന് സീതാസ്വമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും വന്നിതെനിക്ക്. മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം. ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. ബഹുമാന്യരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് വാൽമീകി ആശ്രമപ്രവേശം. വാൽമീകിയോട് ശ്രീരാമൻ എനിക്കൊരു വീട് വേണമെന്ന് ചോദിക്കുമ്പോൾ
എവിടെയാണ് പറ്റുന്നത്? സീതയോടും എൻ്റെ അനുജനോടും ഒപ്പമൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു പർണശാല കെട്ടാൻ ഒരു സ്ഥലം വേണം, ഒരു വീട് വേണം എന്ന് ചോദിക്കുമ്പോൾ വാൽമീകി ചോദിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് 9 വീടുള്ള അങ്ങേക്ക് ഞാൻ ഇനി 2ാമത് വീട് നോക്കിത്തരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെവിടെയൊക്കെയാണ് എന്ന് വാൽമീകി പറയുന്നു. സത്യത്തിൽ ഇത് ഞാൻ കേൾക്കുന്നത് ഞാൻ ഹയർ സെക്കൻഡറി 1ാം വർഷം പഠിക്കുമ്പോഴാണ്. ഞാൻ രാമായണം വായിക്കുമ്പോഴൊന്നും ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല, കുട്ടിക്കാലത്ത് വായിക്കുമ്പോഴൊന്നും. എൻ്റെ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന കലാകാരനും മഹാപണ്ഡിതനും അഭിഭാഷകനുമൊക്കെ ആയിരുന്ന ഈ അടുത്ത ഒരു കുറച്ചു കാലം മുമ്പ്, 5-6 വർഷം മുമ്പ് അന്തരിച്ചു പോയ അഡ്വക്കേറ്റ് തലയിൽ കേശവൻ നായർ സാറാണ് ഈ രാമായണത്തിൻ്റെ ഈ ഭാഗം എടുത്തു വെച്ച് ഈ ഓരോരോ വീടുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത്. 9 വീടുകൾ വാൽമീകി രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം രാമായണം എടുത്തുകൊണ്ട് വന്ന് തന്നെ ഈ ഭാഗം വായിച്ച് ഓരോ ഭാഗം ഓരോ വീടിനെക്കുറിച്ച് പറയുമ്പോഴും ഒരു കൊച്ചു കുട്ടിയുടെ ഉത്സാഹത്തോടു കൂടി കണ്ണുകളൊക്കെ ഇങ്ങനെ വിടർത്തി അദ്ദേഹത്തിൻ്റെ വെറ്റിലക്കറപുരൻ്റെ ചിരിയോടുകൂടി അടുത്തത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായി വായിച്ചു തരുന്നൊരു സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട്. നിരഹങ്കാരികളായ മനുഷ്യരുടെ മനസ്സ് അങ്ങയുടെ ഒരു വീട്, യോഗീശ്വരന്മാരുടെ തപനിഷ്ഠയുള്ളവരുടെ ഹൃദയം മറ്റൊരു വീട്, മറ്റാരും ആശ്രയമില്ലാത്തവൻ്റെ ഭഗവാനെ എന്നുള്ളൊരൊറ്റ വിളി ഒരു വീട്. ഇത്തരത്തിലുള്ള 9 വീടുകൾ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അങ്ങ് ഗൃഹസ്ഥൻ തന്നെയാണ്. ഇനി അങ്ങേക്ക് താമസിക്കാൻ വേണ്ടി ഞാൻ 2ാമതൊരു വീട് കൂടെ നോക്കണമെങ്കിൽ, ഈ 9 വീടുകൾ പോരാതെ ഒരു 10ാമതൊരു വീട് കൂടെ നോക്കണമെങ്കിൽ അതൊക്കെ ഞാൻ നോക്കിത്തരാം. പക്ഷെ അങ്ങ് വീടില്ലാത്തവനാണെന്നൊന്നും പറഞ്ഞോളരുത് എന്ന് വാൽമീകി സൗഹൃദാത്മന ആലിംഗനം ചെയ്തെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സൗഹൃദാത്മന സംസാരിക്കുകയാണ്. വാൽമീകിയെക്കുറിച്ചൊരു കഥ പറയുന്നത്, അദ്ദേഹം കാട്ടാളനായിരുന്ന കാലത്ത് ഓരോ മൃഗത്തെ കൊല്ലുമ്പോഴും ഓരോന്നിനെ വേട്ടയാടുമ്പോഴും ഓരോ കല്ല് ഒരു ഭരണിയിലിടുമായിരുന്നത്രേ. ആ ഭരണി നിറയാൻ ഒരു കല്ല് കൂടി ബാക്കി ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം ഇത് നിർത്തിയത്, ഈ വേട്ടയാടൽ നിർത്തിയതെന്നാണ് കഥ. ഇത് വെച്ചിട്ടാണ് കാര്യവട്ടം ശ്രീകണ്ഠനാഥർ എഴുതിയത്, ഒരു കല്ല് കൂടി എടുക്കൂ എറിയൂ ഭരണിതൻ വായടയ്ക്കട്ടെ, ഒരു വില്ല് കൂടി എടുക്കൂ കുലയ്ക്കൂ പൈതലിൻ പശി അകറ്റട്ടെ, ഒരു കല്ല് കൂടി എടുക്കൂ നിറയ്ക്കൂ ഭരണിതൻ വായടയ്ക്കട്ടെ എന്ന് വായിച്ച ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ ദുഷ്ചേതികൾ തുടർന്നുകൊണ്ടേയിരുന്ന ആളാണ് വാൽമീകി. അദ്ദേഹം കാട്ടാളനായിരുന്ന കാലത്ത് എങ്ങനെയാണ് വാൽമീകി ആയത് എന്ന കഥ രാമനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മുമ്പ് വഴിയെ പോകുന്ന എല്ലാവരിൽ നിന്നും ഞാൻ പിടിച്ചു പറിക്കാൻ പോകുന്നത് പോലെ സപ്തർഷിമാരിൽ നിന്നും പിടിച്ചു പറിക്കാൻ പോയി. അവർ ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവരെ പരിരക്ഷിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നീ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം അവരും കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയുകയും ഇദ്ദേഹം ചെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ പറയുകയാണ്, അതെങ്ങനെ ശരിയാവും? നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്നേ വരും. നമ്മുടെ നാട്ടിൽ ഒരു ഫ്രൈസ് പോലെ ഇതിപ്പോൾ ഉപയോഗിക്കാറുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്നേ വരും. ഒരു കൃതി എങ്ങനെയാണ് ദേശാന്തരങ്ങൾ താണ്ടി സ്വാധീന ശക്തിയാവുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം, ഞങ്ങൾ അനുഭവിക്കില്ല എന്ന് പറഞ്ഞവർ കൈയൊഴിയുകയും താൻ ഇത്രയേറെ കാലം ചെയ്തത് വൃഥാവിലാണല്ലോ എന്നോർത്ത സങ്കടം വന്ന് തിരിച്ചോടി വന്നു. സപ്തർഷിമാരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തെറ്റ് പൊറുക്കണമേ എന്ന് പറഞ്ഞു. ശരി, പുറത്തിരിക്കുന്നു. നീ അപക്വമതിയാണെങ്കിലും നീ ദുർനടപ്പുകാരനാണെങ്കിലും ശരണാഗതിയായ ഒരാൾ വന്ന് കാലിൽ വീണാൽ അവൻ എങ്ങനെയുള്ളവനാണെന്ന് നോക്കിയല്ല സഹായിക്കേണ്ടത്, അവനെ ഉള്ളിൽ ചേർക്കണം എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് വരുന്നത് വരെ മരാ 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കൂ. ഇദ്ദേഹം മരാ 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 മരാമ എന്ന് തന്നെ ധ്വനിച്ചുകൊണ്ടേയിരുന്നു. ഉള്ളിൽ മരാമര എന്ന് ജപിക്കുമ്പോഴും രാമരാമ എന്ന് ധ്വനിച്ചുകൊണ്ടേയിരുന്നു. അതാണല്ലോ ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് മന്ത്രം. ഭാവമാണ് ഈശ്വരൻ, ആ ഭാവത്തെയാണ് കാണുന്നത്. എൻ്റെ ഭർത്താവിന് ഒന്നും വരുത്തല്ലേ എന്നൊരു സ്ത്രീ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല ഒന്നും വരുത്തല്ലേ എന്നല്ല, ആപത്തൊന്നും വരുത്തല്ലേ എന്നാണെന്നുള്ള ഭാവം ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് മന്ത്രം. അപ്പോൾ ഭാവഗ്രാഹിയായ വിഷ്ണു
ശ്രീരാമചന്ദ്രൻ അത് കേട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിന്നെ കാരണമാണ് ഞാൻ കവിയായത്, ഇനി ഞാൻ ഋഷിയായത് എന്ന് വാൽമീകി പറയുന്നൊരു രംഗമാണത്. അവ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു. 1000 വർഷം കഴിഞ്ഞു, സഹസ്രയുഗം എന്നാണ്, 1000 യുഗം കഴിഞ്ഞു. ഇദ്ദേഹം വന്നു, സപ്തർഷികളെ വന്നപ്പോൾ ചിതൽപുറ്റ് മൂടിയിരിക്കുകയാണ്. വാൽമീകത്തിനുള്ളിലാണ്. പുറത്തേക്ക് വരാൻ പറഞ്ഞു. വാൽമീകത്തിനുള്ളിൽ നിന്ന് വന്നതുകൊണ്ടാണ് വാൽമീകി എന്ന് പറയുന്നത്. ചില ആളുകൾ, ചില കവികൾ വരെ വാത്മീകി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വാത്മീകി അല്ല, വാൽമീകി എന്ന് ധ്വനിക്കണം എന്ന് അർത്ഥം വരണമെങ്കിൽ വാൽമീകത്തിൽ നിന്ന് വന്നത് എന്നതാണെങ്കിൽ വാൽമീകി എന്നതാണ് ശരി. അപ്പോൾ വാൽമീകി മഹർഷി താൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഋഷിയായി മാറിയത് എന്ന കഥ ഏതൊരു സാധാരണക്കാരനും, ഏതൊരു ദൂർനടപ്പുകാരനും, ഏതൊരു വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളിനും സജ്ജന സംസർഗം കൊണ്ട് യോഗാത്മക ഭാവത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് രാമായണത്തിലെ വാൽമീകി ആശ്രമ പ്രവേശം. അതുകൊണ്ട് തന്നെ വാൽമീകി ആശ്രമ പ്രവേശം നിങ്ങൾക്കെന്ന പോലെ എനിക്കും പ്രിയപ്പെട്ടതാകുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കട്ടെ. സപ്തർഷിമാരാൽ അനുഗ്രഹീതനായ വാൽമീകിയെപ്പോലെ നിങ്ങളുടെ മനസ്സ് ശ്രീരാമനാൽ അനുഗ്രഹീതമാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.